പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ എക്കണോമിക്സിലെ പുതിയൊരു ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് ടൈം വാല്യൂ ഓഫ് മണി എന്നാണ്. ടൈം വാല്യൂ ഓഫ് മണി ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് 1000 രൂപ കിട്ടിയെന്ന് കരുതാം. 1000 രൂപ കിട്ടിയെന്ന് കരുതാം. ഇതൊരു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് 1000 കിട്ടുന്നതെങ്കിൽ ഇന്ന് കിട്ടുന്ന ഈ 1000ൻ്റെ അത്ര മൂല്യം ഫ്യൂച്ചറിൽ അതിനുണ്ടായിരിക്കോ? ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇൻഫ്ലേഷൻ എന്നൊരു വസ്തുത എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയാൽ 1000 രൂപക്ക് കുറേ സാധനങ്ങൾ വാങ്ങാം. അത്ര തന്നെ സാധനം ഫ്യൂച്ചറിൽ എനിക്ക് വാങ്ങാൻ കഴിയില്ല. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് എനിക്കൊരു 1000 കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അത് ഫ്യൂച്ചറിൽ ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 ചിലപ്പോൾ 1100 മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ടൈം വാല്യൂ ഓഫ് മണിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മണി ആസ് എ ടൈം വാല്യൂ, പണത്തിന് ഒരു ടൈം വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് ഐഡിയ ദാറ്റ് മണി ദാറ്റ് ഈസ് അവൈലബിൾ അറ്റ് ദ പ്രസൻറ്റ് ടൈം ഈസ് വർത്ത് മോർ ദാൻ ദ സെയിം എമൗണ്ട് ഇൻ ദ ഫ്യൂച്ചർ ഡ്യൂ ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഏണിംഗ് കപ്പാസിറ്റി. ഇന്നുള്ള പണത്തിന് പ്രസൻറ്റ് ടൈമിലുള്ള മണി എന്ന് പറയുന്നത് ഫ്യൂച്ചറുള്ള മണിനെക്കാട്ടിലും വാല്യൂ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ഇന്ന് അതിനെന്തുണ്ട്? പൊട്ടൻഷ്യൽ ഏണിംഗ് കപ്പാസിറ്റി. ഇന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏൺ ചെയ്യാൻ സാധിക്കും. ദിസ് കോർ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ് ഹോൾഡ് ദാറ്റ് പ്രൊവൈഡഡ് മണി ക്യാൻ ഏൺ ഇൻട്രസ്റ്റ്. പണത്തിന് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം. എനി എമൗണ്ട് ഓഫ് മണി ഈസ് വർത്ത് മോർ ദ സൂണർ ഇറ്റ് ഈസ് റിസീവ്ഡ്. ഏത് എമൗണ്ട് ഓഫ് മണി ഭാവിനെക്കാട്ടിൽ ഇപ്പോൾ കിട്ടുന്നതാണ് അതിന് വർത്ത് ഉണ്ടായിരിക്കുക, അതിന് മൂല്യം ഉണ്ടായിരിക്കുക. ഇൻ സിംപ്ലർ ടേം ഇറ്റ് വുഡ് ബി സേഫ് ടു സേ ദാറ്റ് ഡോളർ വാസ് വർത്ത് മോർ എസ്റ്റർഡേ ദാൻ ടുഡേ. ഇന്നത്തെക്കാട്ടിലും ഇന്നലെ ആയിരിക്കും അതിന് മൂല്യം കൂടുതലാണ്, വർത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് എ ഡോളർ ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ഡോളർ ടുമോറോ. ഇന്നത്തത് നാളത്തെക്കാട്ടിലും കൂടുതൽ വർത്ത് ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് മണി ക്യാൻ ഗ്രോ ത്രൂ ഇൻവെസ്റ്റിംഗ്. പണത്തിന് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഗ്രോ ചെയ്യാൻ കഴിയും. എ ഡിലേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ടാവും. ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ആൾസോ റെഫേർഡ് ടു ദ പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് അത് പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാണ്. സപ്പോസ് എ പേഴ്സൺ എക്സ് ഡസ് നോട്ട് ഹാവ് എ അഡിഗേറ്റ് ഇൻകം, ഷീ ബോറോ മണി ഫോർ ഹെർ പ്രസൻറ്റ് പർച്ചേസ് ആൻഡ് ഷി ഹാസ് ടു പേ ഇൻട്രസ്റ്റ് ഫോർ ബോറോയിങ്. ഒരു എക്സ് എന്ന ആൾക്ക് അഡിഗേറ്റ് ഇൻകം ഇല്ല. അപ്പോൾ അദ്ദേഹം എന്ത് വരും? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോ ചെയ്യേണ്ടി വരും, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. മറ്റൊരു പേഴ്സൺ ഇന്നത്തെ തന്നെ ടു പോസ്റ്റ്പോൺ പ്രസൻറ്റ് കൺസംപ്ഷൻ ടു ഫ്യൂച്ചർ എക്സ്പെക്റ്റിംഗ് എ റിവാർഡ് വിച്ച് ഈസ് കാൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഒരാൾ ഇന്ന് കൺസംപ്ഷൻ നടത്തുന്നതിന് എന്ത് ചെയ്ത് അത് പോസ്റ്റ്പോൺ ചെയ്തു, ഫ്യൂച്ചർ എക്സ്പെക്റ്റിംഗ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുമെന്ന് വരിക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ട്, അതെന്ത് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്ത് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുമെന്ന് കരുതി ഫ്യൂച്ചറിലേക്ക് അത് മാറ്റി വെക്കും, പോസ്റ്റ്പോൺ ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം നമ്മൾക്ക് ഇന്ന് പണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് മൂല്യം നാളെ ലഭിക്കുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ഇന്ന് നമുക്ക് കിട്ടിയാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഒന്നാമത്തത്, ദർ ആർ മെനി റീസൺ ഫോർ കാൽക്കുലേറ്റിംഗ് ടൈം വാല്യൂ ഓഫ് മണി. ഒന്ന്, പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംപ്ഷൻ. ഇൻഡിവിജ്വൽ പ്രിഫർ പ്രസൻറ്റ് കൺസംപ്ഷൻ ദാൻ ഫ്യൂച്ചർ കൺസംപ്ഷൻ. ഇൻഡിവിജ്വൽ എന്ത് പ്രിഫർ പ്രസൻറ്റ് കൺസംപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ കൺസംപ്ഷൻ. ഇൻ ദ കേസ് ഓഫ് durable commodity, people want to purchase them as early as possible through loan absorption or higher purchase agreement. പ്രത്യേകിച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയിൽ എന്ത് പീപ്പിൾ ഇന്ന് ഏറ്റവും ഏർലി ആയിട്ട് പോസിബിൾ ആയിട്ടാണ് എന്ത് ചെയ്യുക? അത് വാങ്ങുക ത്രൂ ലോൺ അബ്സോർപ്ഷൻ ഓർ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം. രണ്ടാമത്തെ ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. ദ കമ്പനീസ് ഓർ ഇൻവെസ്റ്റേഴ്സ് അസൈൻ ഗ്രേറ്റർ ചാൻസ് ഓഫ് റിസ്ക് എലമെൻറ്റ് ടു ദ ഫ്യൂച്ചറിലേക്കുള്ള റിസ്ക് എലമെൻറ്റ് കൊണ്ടാണ്. ദേ ബിലീവ് ദർ മേ ബി എ റിസ്ക് ഓർ അൺസേർട്ടനിറ്റി ഇൻ ദ റെസിപ്റ്റ്സ് ഓഫ് മണി ഇൻ ദ ഫ്യൂച്ചറിൽ ലഭിക്കുന്നതിനെക്കുറിച്ച് അൺസേർട്ടനിറ്റി ഉണ്ടാവും, റിസ്ക് ഉണ്ടായിരിക്കും. ചില കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ റിസ്ക് ഉണ്ടായിരിക്കും, അതിൽ കിട്ടുമോ എന്നുള്ള ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഡിവിജ്വൽ ആൻഡ് കമ്പനി പ്രിഫർ പ്രസൻറ്റ് റെസിപ്റ്റ് ഓഫ് ക്യാഷ് ദാൻ ഫ്യൂച്ചർ ഇൻ വ്യൂയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ക്യാഷ് ഫ്ലോ. പ്രസൻ്റ് ആയിട്ടുള്ള റെസിപ്റ്റ് ഓഫ് ക്യാഷ്, പ്രസൻറ്റ് റെസിപ്റ്റാണ് ഫ്യൂച്ചറിനെക്കാട്ടിലും എടുക്കുക. അതിന് കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് ക്യാഷ് ഫ്ലോ. സപ്പോസ് ദർ ആർ 2 ഓപ്ഷൻ ടു എ പേഴ്സൺ എ ക്യാൻ ചൂസ് ഓൺലി 1. ഒരു പേഴ്സൺ 2 ഓപ്ഷൻ ഉണ്ട്. 2 പേഴ്സൺ എ ആദ്യം to a person A can choose only one. The offer is that money are 10,000 in current year
or Rs 12,000 in third year, obviously one could choose first option because future is uncertain. ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 10,000 കിട്ടും, 3 വർഷം കഴിഞ്ഞാൽ അത് 12,000 ആവും. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. പ്രധാന കാരണം എന്താണ്? ഫ്യൂച്ചർ അൺസർട്ടൻ. എ ക്യാൻ ജനറേറ്റ് അഡീഷണൽ ക്യാഷ് ഫ്ലോ ത്രൂ സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദ ഗിവൺ എമൗണ്ട്. തന്നിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടോ സേവിങ്സ് നടത്തിയിട്ട് എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് പറയാറുള്ളത്, നമ്മളൊക്കെ കോളേജുകളിൽ ഞാനൊരു ഗസ്റ്റ് അധ്യാപകനായൊരു സമയത്തുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് എയ്ഡഡ് കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന ഗസ്റ്റ് അധ്യാപകർക്ക് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് പണം കിട്ടുക. അപ്പോൾ എല്ലാവരും പറയും നല്ല സുഖമല്ല, ഒന്നായിട്ട് കിട്ടുമെന്ന്. പക്ഷേ ഞാൻ കരുതുന്നത് ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഒന്ന്, ഇന്നത്തെ വില അല്ല നാളെ ഉണ്ടായിരിക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങാം, അത്ര തന്നെ നാളെ വാങ്ങാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. The formula for computing the time value of money consider the amount of money is future value, the amount it can earn and the time frame. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഫോർമുലയിൽ ഫ്യൂച്ചർ വാല്യൂ, എമൗണ്ട് ഓഫ് മണി, ദ എമൗണ്ട് ഇറ്റ് ക്യാൻ എത്ര ഏൺ ചെയ്യാൻ കഴിയും, അതിൻ്റെ ടൈം ഫ്രെയിം. ടൈം വാല്യൂ ഓഫ് മണി ഫോർമുല ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഫോളോയിങ് വേരിയബിൾ. ഒന്ന് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ പറഞ്ഞാൽ ദിസ് ഇസ് കറൻറ്റ് ഇയർ സ്റ്റാർട്ടിങ് എമൗണ്ട്. നമ്മളതിൽ കയ്യിലുള്ള എമൗണ്ട് ഉണ്ട്, സ്റ്റാർട്ടിങ് എമൗണ്ട്. ഇറ്റ് ഈസ് മണി യു ഹാവ് ഇൻ യുവർ ഹാൻഡ്, നമ്മളെ കയ്യിലുള്ള പണം. അറ്റ് ദ പ്രസൻറ്റ് ടൈം യുവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് നമ്മൾ നടത്തുന്ന ഇനീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്യൂച്ചർ വാല്യൂ ആണ്. ഒന്ന് ടൈം വാല്യൂ ആണെങ്കിൽ 2 ഫ്യൂച്ചർ വാല്യൂ ആണ്. ദിസ് ഈസ് യുവർ എൻഡിങ് എമൗണ്ട് അറ്റ് എ പോയിൻ്റ് ഇൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെ ഒരു പോയിൻ്റ് ഇൻ ടൈമിലുള്ള ഒരു എൻഡിങ് എമൗണ്ട്. ഇറ്റ് ഷുഡ് ബി വർത്ത് മോർ ദാൻ ദ പ്രസൻറ്റ് വാല്യൂ. ഇതെന്തായിരിക്കും? പ്രസൻറ്റ് വാല്യൂവിനെക്കാട്ടിലും വർത്തായിരിക്കും. പ്രൊവൈഡ് ഇറ്റ് ഈസ് ഏണിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഗ്രോയിങ് ഓവർ ടൈം. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്താൽ ഗ്രോയിങ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുള്ളത് കൊണ്ട്. ഇനി അടുത്തത് നമ്പർ ഓഫ് പീരീഡ്. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും അതിനൊരു ടൈം ലൈൻ ഉണ്ടായിരിക്കും. അതിനെന്താ നമ്പർ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി ആയിരിക്കാം, മന്ത്ലി ആയിരിക്കാം, ഈവൻ ഡെയിലി ആയിരിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. ഓരോ ദിസ് ഈസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് യുവർ മണി ഓവർ ലൈഫ് ടൈം ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ലൈഫ് ടൈമിലുള്ള അതിൻ്റെ ഗ്രോത്ത് റേറ്റാണ്. ഇത് പെർസെൻറ്റേജിലായിരിക്കും. 8% എന്നൊക്കെ പറയും. പേയ്മെൻറ്റ് എമൗണ്ട് these are a series of evenly spaced cash flow based on this variable. ഓക്കെ, ഇനി നമ്മൾ പ്രസൻറ്റ് ടൈം വാല്യൂ ഓഫ് മണിൻ്റെ ഫോർമുലയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതൊന്ന്, എഫ് വി എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണിയാണ്, പി വി എന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് മണിയാണ്, ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ, എത്ര ഇയർ ഉണ്ട്, ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ ആണ് എൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദിസ് വേരിയബിൾ ടൈം വാല്യൂ ഓഫ് മണീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + i ഓൾ പവർ എൻ. പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂവിനെ 1 + i ഓൾ പവർ എൻ എന്നതാണ്. എൻ ആൾട്ടർനേറ്റ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എഫ് വി ഇൻറ്റു 1 + i ഓൾ പവർ -n എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ എന്ത് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയത്. അതാണ് ഇവിടെ പവർ n ഉള്ളത്, ഇവിടെ -n ആയത്. പി വി പ്രസൻറ്റ് വാല്യൂ ഒറിജിനൽ, നമ്മൾ പി വി എന്ന് പറയുന്നത് ഇപ്പോൾ ഒറിജിനൽ എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ് എഫ് വി. ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പെർ പീരിയഡ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരിയഡ് എന്നാണ്. ഇനി യൂസസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ഇൻ ഫിനാൻസ്. ഫിനാൻസിൽ അതിൻ്റെ യൂസസ്. ഇറ്റ് വുഡ് ബി ഹാഡ് ടു ഫൈൻഡ് എ സിംഗിൾ ഏരിയ ഓഫ് ഫിനാൻസ് വെർ ദ ടൈം വാല്യൂ ഓഫ് മണി ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇത് ഒരു സിംഗിൾ ഏരിയ ഓഫ് ഫിനാൻസിൽ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. where the time value of money does not influence the decision making process. The time value of money is the central concept in discounted cash flow analysis. Discounted cash flow analysis central concept ആണ് time value of money, which is the one of the most popular and influential method for valuing investment opportunities. Investment opportunity value ചെയ്യുന്നതിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് ആൾസോ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. റിസ്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിലും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെയും ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. Pension fund managers, for instance, consider the time value of money to ensure that their account holders will receive adequate fund in retirement. Pension fund മാനേജേഴ്സ് അവർ കൺസിഡർ ചെയ്യുന്നത് ടൈം വാല്യൂ ഓഫ് മണി ടു നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട് ദെയർ അക്കൗണ്ട് ഹോൾഡേഴ്സ് വിൽ റിസീവ് ആഡിക്കേറ്റ് ഫണ്ട് ഇൻ റിട്ടയർമെൻറ്റിൽ ആഡിക്കേറ്റ് ഫണ്ട് ലഭിക്കുമെന്നുള്ളത്. ഇത്ര കാര്യങ്ങളാണ് ടൈം വാല്യൂ ഓഫ് മണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.